നമസ്കാരം. അദാനിക്കെതിരെ അമേരിക്ക നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വാങ്ങി ഇവിടെ CBIക്ക് കൊടുത്ത് CBIയെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് അദാനിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ആവശ്യം. ആരുടെ റിപ്പോർട്ട് വാങ്ങിയിട്ടാ CBIക്ക് കൊടുക്കണ്ടേന്ന് പറഞ്ഞ് മുതലാളിത്ത സാമ്രാജ്യത്വ അമേരിക്കയുടെ. എന്തൊക്കെ കാണണം ഭഗവാനെ ഇനി ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ അദാനിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരും TVയിലും പത്രത്തിലൊക്കെ കണ്ടു. അപ്പൊ എന്തിനാണ് അദാനിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് അമേരിക്കയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ അമേരിക്കയിലെ ഒരു നിയമമുണ്ട്. അതായത് അവരുടെ അവിടെ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കളക്ട് ചെയ്യുന്ന കമ്പനികൾ ഏതെങ്കിലും തരത്തില് കൈക്കൂലി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റി നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മറയാക്കിക്കൊണ്ട് അമേരിക്കയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനും അവിടെ മറ്റുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുമുള്ള ഒരു നിയമം അമേരിക്കയിലുണ്ട്. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് അദാനിക്കെതിരെ അമേരിക്ക അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്, അമേരിക്കയിൽ നിന്ന് അദാനി സ്വീകരിച്ചിട്ടുള്ള നിക്ഷേപം എന്ന് പറയുന്നത് 20 കോടി US ആണ്. അപ്പൊ ഇന്നത്തെ നിലയ്ക്ക് ഒരു 166 കോടി രൂപ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 166 കോടി രൂപ അമേരിക്കയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഏതാണ്ട് 2096 കോടി രൂപ അദാനി കൈക്കൂലി കൊടുത്തു എന്നാണ് പറയുന്നത്. ഏതദാനി? 50 രൂപ കൊണ്ട് 80കളിൽ അഹമ്മദാബാദിൽ നിന്ന് ബോംബെയിലേക്ക് വണ്ടി കയറി ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പന്നനായി മാറിയ അദാനി 166 കോടി രൂപയുടെ നിക്ഷേപം അമേരിക്കയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയില് 2096 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് കണ്ടുപിടുത്തം. അപ്പൊ എന്തായാലും ആ കണ്ടുപിടുത്തം ബഹുരസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇനി ഈവൺ ഇഫ് അദാനി അങ്ങനെ കൈക്കൂലി കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക. 21-22 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു മറ്റേ റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രോസസ്സിനെ, പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ അദ്ദേഹം ഈ കൈക്കൂലി കൊടുക്കുന്നത്. നമ്മളുടെ മനോരമയും അതുപോലെയുള്ള മാധ്യമങ്ങളിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ സർക്കാർ സംവിധാനത്തിൽ എന്നാണ് പറയുന്നത്. ഏത് സർക്കാർ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരുകൾക്കാണ്. സംസ്ഥാന സർക്കാരുകൾ എന്ന് പറഞ്ഞാൽ അദാനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന 21-22 കാലഘട്ടങ്ങളിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള 4-5 സംസ്ഥാന സർക്കാരുകളിലെ ആളുകൾക്ക്, അതിപ്പോ രാഷ്ട്രീയക്കാരാവാം ഉദ്യോഗസ്ഥരാവാം, അവർക്ക് കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് അമേരിക്കയും കണ്ടുപിടിച്ചിട്ടുള്ളത്. അല്ലാതെ കൈക്കൂലി വാങ്ങിയത് നരേന്ദ്രമോദിയാണെന്നോ ഭാരത സർക്കാരാണെന്നോ അവരും പറയുന്നില്ല. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ് ജഗ്മോഹൻ റെഡ്ഡിയാണെന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത് ഒഡീസ, അത് നവീൻ ബാബു ആയിരുന്നു മറ്റേ അവിടെ ഭരണത്തിൽ ഇരുന്നിരുന്നത്. മൂന്നാമത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതരനും കൂടിയായിട്ടുള്ള ശ്രീമാൻ സ്റ്റാലിൻ സാറ് തമിഴ്നാട്ടില്, അദ്ദേഹത്തിനാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്. പിന്നെ മറ്റേ 4ാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരാണ്. 5ാമത്തെ സ്റ്റേറ്റ് ഛത്തീസ്ഗഡാണ്. ഈ ഛത്തീസ്ഗഡിൽ അന്ന് കോൺഗ്രസിന്റെ ഭൂപേഷ് ഭാഗൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോ ഈ 5 സ്റ്റേറ്റില് ഒരിടത്ത് പോലും BJPക്ക് ഭരണമുണ്ടായിരുന്നില്ല. ഒരു BJP സർക്കാരിൽ പെട്ട ആള് പോലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പോലും ഈ അഴിമതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ കുറ്റം മുഴുവൻ നരേന്ദ്രമോദിക്കാണ്. എപ്പോഴ പെരുന്നാൾ വന്നാലും മറ്റേ ഇറച്ചിക്കോഴിക്ക് തൊയ്രക്കേടാണെന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. അദാനിക്ക് എന്ത് പ്രശ്നം വന്നാലും, അദാനിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് വിഷയം വന്നാലും അത് നരേന്ദ്രമോദിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പൊതുപല്ലവി. രാഹുൽ ഗാന്ധിക്ക് സ്വന്തം മറ്റേ പാർട്ടിയിൽപ്പെട്ട ഭൂപേഷ് ബാഗൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് വിളിച്ചു ചോദിക്കാം, നിങ്ങൾ എന്താ അവിടെ ചെയ്ത് ഈ ഛത്തീസ്ഗഡിലെ അദാനിയുടെ നിന്ന് കാശ് മേടിച്ചിട്ട് എന്നുള്ളത് ചോദിക്കാം. അത് അദ്ദേഹത്തിന് അതിനൊന്നും നേരില്ല. അല്ലെങ്കിൽ ഉറ്റ ചങ്ങാതിയാണല്ലോ സ്റ്റാലിനോട് ചോദിച്ചാൽ അറിയാലോ എങ്ങനെയാ, ഏത് വകുപ്പിലാണ്, ആരാണ് കാശ് മേടിച്ചതെന്നുള്ളത്. അപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ മറ്റേ സാഹചര്യമുള്ളപ്പോ അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുന്നു. ഓട്ടനെ അദാനിജി മോഡിജി അദാനിജി ഈ പതിവ് പല്ലവി അടിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതില് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം, ഈ മോഡിയോട് മാത്രം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് ഇവര് പറയുന്ന ഈ അദാനി ഉണ്ടല്ലോ, ഈ അദാനി ഛത്തീസ്ഗഡില് മറ്റേ നമ്മുടെ ഈ പറയുന്ന ഭൂപേഷ് ഭാഗല് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്ത് 25,000 crores ഇൻവെസ്റ്റ്മെന്റ് ആണ് ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാനിൽ 65,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ രാജസ്ഥാനിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മമതാജി
അംബാജിയുടെ പശ്ചിമ ബംഗാളിൽ 35,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇനി ആന്ധ്രാപ്രദേശിലെ 60,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും തമിഴ്നാട്ടിലെ ഏതാണ്ട് 4,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും 1,00,000-ലധികം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഓൺ പൈപ്പ് ലൈനിലായിട്ടാണ് നിൽക്കുന്നത്. ഇനി കർണാടകയിൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഈ 2024 ഒക്ടോബറിൽ അദാനി ഫൗണ്ടേഷൻ തെലങ്കാന, ഈ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അവിടുത്തെ നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ട് 100 കോടി രൂപ കൊടുത്തു. അപ്പോ ലോകത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനും കള്ളനും നരേന്ദ്രമോദിയുടെ സുഹൃത്തുമായിട്ടുള്ള അദാനിയിൽ നിന്ന് 100 കോടി രൂപ മേടിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഉളുപ്പുമില്ല. ആ അദാനിയുടെ കാശ് മേടിച്ചിട്ട് നൈപുണ്യ വികസനം സ്വന്തം പേരില് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചിത്രം വെച്ച് പോസ്റ്റർ അടിച്ച് നാട് മുഴുവൻ ആ കാശും ഉപയോഗിച്ചിട്ട് വോട്ട് പിടിക്കുമ്പോൾ യാതൊരു പ്രയാസമില്ല. പക്ഷെ നരേന്ദ്രമോദിജി, അദാനിജി അവര് ആണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കള്ളന്മാര് എന്നാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അഴിമതിക്കാരന്റെ എന്നൊക്കെ എന്തിനാടോ കാശ് മേടിക്കുന്നത്? അയാളുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് എന്തിനാ നിങ്ങളുടെയൊക്കെ സ്റ്റേറ്റുകൾ എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഇനി തെലങ്കാനയില് അദാനി ഗ്രൂപ്പുമായിട്ട് ഏതാണ്ട് 12,400 കോടി രൂപയുടെ ധാരണാപത്രം, വികസനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരണാപത്രമാണ് രേവന്ത് റെഡ്ഡി ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പൊ അന്നൊന്നും അദാനിക്ക് ഒരു കുഴപ്പമില്ല. കയ്യിൽ നിന്ന് കാശ് മേടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ അദാനിജി, മോഡിജി നാണല്ലേ സംഗതി. ഇത് സോറസും അതുപോലെ തന്നെ തോറ്റ് തുന്നമ്പാടി തകിട് പൊടിയായിട്ടുള്ള ജോ ബൈഡനും ഒക്കെ കൂടിയിട്ടുള്ള ഇടത് ലിബറൽ തരികിട പരിപാടിയാണെന്നുള്ളത് ആർക്കും ആലോചിച്ച് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ 166 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2,090 കോടി രൂപ അദ്ദേഹം എന്താ പറയുക കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ്. എത്ര ലോജിക്കില്ലാത്ത ആരോപണമാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഈ അദാനിയെ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ മറ്റ് വ്യവസായികൾ ഇല്ലാഞ്ഞിട്ടല്ല, അത് മോഡിയെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്, പ്ലസ് ഇന്ത്യയുടെ വളർന്നു വരുന്ന മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറുന്ന ഇന്ത്യയെ തകർക്കുക, ഈ രണ്ട് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നിൽ വലിയ ഒരു എന്താ പറയുക ഒരു കോക്കസ് ഉണ്ട്. ഇനി 2 മാസം കൂടിയേ ഉള്ളൂ കാരണവർക്ക് വൈറ്റ് ഹൗസിൽ. അപ്പൊ അതിന്റെ ഇടയിൽ പുള്ളി ലോകത്ത് ചെയ്യാവുന്ന തരികിട അല്ലെങ്കിൽ കുഴച്ചു മറിക്കാവുന്നതൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട്. മോഡിയുടെ ഫ്രണ്ടാണ് ഇനി വരാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഇത്രയും വലിയ തോൽവിയുടെ ഒരു കാരണം ഈ ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ അകമഴിഞ്ഞ് ട്രംപിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് കൂടിയാണ്. അതിന് മോഡി ഒരു കാരണക്കാരനാണ് കൂടിയാണ് ശ്രീമാൻ ബൈഡൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാരണമാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാം, രാഹുൽ ഗാന്ധിക്ക് ഒഴിച്ച്. അപ്പോൾ എന്തായാലും സംഗതി കളറാവട്ടെ, ബാക്കിയുള്ളത് വരുന്നിടത്ത് കാണാം. അദാനിക്കും ഇതിനു മുമ്പ് എത്രയോ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതും സോൾവ് ചെയ്തോളും. അത് അല്ലാതെ സ്വപ്നം കാണുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് മൂത്രമൊഴിച്ച് ഒന്നും കൂടെ വന്ന് കിടന്നുറങ്ങാം. അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. താങ്ക് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്.